ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളങ്കാവൽ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗാനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഡിസംബർ 5 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ, അസീസ് നെടുമങ്ങാട്, ഗായത്രി അരുൺ, ശ്രുതി രാമചന്ദ്രൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ 5-ാം ദിവസമായ ചൊവ്വാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 2,85,00,000 രൂപയാണ്. അങ്ങനെ 21,55,00,000 രൂപയാണ് ആദ്യ 5 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ 5 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 4,75,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 26,30,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 55 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഇനി 6-ാം ദിവസമായ ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗിലേക്ക് വന്നാൽ ഇന്ന് 52 ലക്ഷം രൂപ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ മണിക്കൂറിൽ 3,000-3,500 ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6-ാം ദിവസമായ ബുധനാഴ്ചയും ഈ സിനിമയ്ക്ക് മികച്ച ഹോൾഡ് നിലനിർത്താൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാള സിനിമ എക്കോ ആണ്. ബാഹുൽ രമേശ് തിരക്കഥ ഛായാഗ്രഹണം നിർമ്മിച്ച് ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് നവംബർ 21-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, അശോകൻ, ബിനു പപ്പു എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 19-ാം ദിവസം കൂടിയ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 29,50,000 രൂപയാണ്. അങ്ങനെ 19 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 21,85,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 45 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായി നവാഗതനായ ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ധീരം. മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ വിജയരാഘവൻ, റീബ മോണിക്ക ജോൺ, ദിവ്യ പിള്ള, അജു വർഗീസ്, നിഷാന്ത് സാഗർ, റോഷൻ ബഷീർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 8,95,500 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് 62 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 85 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് പൊങ്കാല. എ.ബി. ബിനിൽ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ശ്രീനാഥ് ഫാസി, സമ്പത്ത് റാം, കിച്ചു ടെല്ലസ്, ബാബുരാജ്, സാദിഖ്, അലൻസീർ, സുധി കരമന, സോഹൻ സീനുലാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 7,40,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് 48 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 68 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. മനോജ് വാസുദേവ് സംവിധാനം ചെയ്ത ഖജുരാഹോ ഡ്രീംസ് എന്ന മലയാള സിനിമ ഡിസംബർ 5-ന് തിയേറ്ററിലെത്തിയിരുന്നു. അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ഫാസി, അതിഥി രവി, ധ്രുവൻ, ചന്തുനാഥ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ 5 ദിവസത്തെ കേരള കളക്ഷൻ 56 ലക്ഷം രൂപയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ വിവരം ലഭ്യമായിട്ടില്ല. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 19,15,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് 99 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 182,75,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 225 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 27,000 മുതൽ 30,000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും മികച്ച ട്രെൻഡിങ്ങോടെ വമ്പൻ കുതിപ്പാണ് ഈ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.